ടിക്കറ്റ് ചോദിച്ചതിന് ഒഡീഷ സ്വദേശി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി വി വിനോദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന്. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ. പ്രതി രജനീകാന്തിനെ റെയിൽവേ പോലീസ് അറസ്റ്റ് ചെയ്തു. ഇന്നലെ രാത്രി 7:30 എറണാകുളം പട്ന എക്സ്പ്രസിലായിരുന്നു സംഭവം. സൂരജ് സജി തൃശൂരിൽ നിന്ന് ചേരുന്നുണ്ട്. സൂരജ്, പോസ്റ്റ്മോർട്ടം നടപടികൾക്ക് ശേഷം എപ്പോഴായിരിക്കും മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകുക? ഒപ്പം രജനീകാന്തിനെ ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നല്ലോ, തുടർ നടപടികൾ എങ്ങനെയാകും? പ്രവിത 8 മണിയോടെയായിരിക്കും എനിക്ക് പിന്നിൽ കാണുന്ന ഈ റെയിൽവേ പോലീസ് സ്റ്റേഷനിൽ നിന്ന് ഈ ഇൻക്വസ്റ്റ് പോസ്റ്റ്മോർട്ടം നടപടികൾക്കായി പോലീസ് സംഘം തിരിക്കുക. ഏകദേശം ഒരു 11 മണിയോടുകൂടി പോസ്റ്റ്മോർട്ടം നടപടികൾ പൂർത്തിയാക്കി മൃതദേഹം ബന്ധുക്കൾക്ക് വിട്ടു നൽകാനുള്ള നടപടിയിലേക്കാണ് പോലീസ് കടക്കുന്നത്. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് നിലവിൽ ഈ വിനോദിന്റെ മൃതദേഹം സൂക്ഷിച്ചിട്ടുള്ളത്. അവിടെ തന്നെയായിരിക്കും ഈ പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. അതിനുശേഷം വിനോദിന്റെ എറണാകുളത്തെ മഞ്ഞുമല്ല വീട്ടിലേക്ക് ഈ മൃതദേഹം കൊണ്ടുപോകുമെന്നുള്ളതാണ് ബന്ധുക്കൾ ഉൾപ്പെടെ അറിയിച്ചിട്ടുള്ളത്. എന്തായാലും സംഭവവുമായി ബന്ധപ്പെട്ടുകൊണ്ട് പ്രതി രജനീകാന്ത് നിലവിൽ ഈ പോലീസ് സ്റ്റേഷനിലാണ് പോലീസിന്റെ കസ്റ്റഡിയിലുള്ളത്. ഇന്നലെ വിശദമായ മൊഴി ഉൾപ്പെടെ പോലീസ് രേഖപ്പെടുത്തിയിട്ടുണ്ട്. പോലീസുമായി രജനീകാന്ത് പറയുന്ന ഇത്തരത്തിലാണ്. അതായത് രജനീകാന്ത് ഇന്നലെ ഈ വാതിലിനോട് ചേർന്ന സീറ്റിലായിരുന്നു ഇരുന്നിരുന്നത്. ആ സമയത്താണ് ടി അങ്ങോട്ടേക്ക് എത്തി ഈ ടിക്കറ്റ് എടുത്തിട്ടുണ്ടോ എന്ന കാര്യം ചോദിക്കുന്നു. പിന്നീട് ഇരുവരും തമ്മിൽ വലിയ തർക്കമുണ്ടാകുന്നു. രജനീകാന്ത് പറയുന്നത് ടി തന്നോട് വലിയ രീതിയിൽ കയർത്ത് സംസാരിച്ചു, തന്നോട് വളരെ മോശമായി സംസാരിച്ചു. അങ്ങനെയാണ് താനും പ്രകോപിതനായത്. താൻ തള്ളുക മാത്രമാണ് ചെയ്തത്, കൊലപ്പെടുത്താൻ ഉദ്ദേശിച്ചിരുന്നില്ല എന്നുള്ളതാണ് രജനീകാന്ത് പോലീസിന് നൽകിയ മൊഴി എന്നുള്ളതാണ് നമുക്ക് ലഭിക്കുന്ന സൂചനകൾ. തുടർന്ന് ഈ ടി പുറത്തേക്ക് മറിഞ്ഞു വീഴുകയായിരുന്നു എന്നുള്ളതാണ് രജനീകാന്ത് പറയുന്നത്. പോലീസും പറയുന്നത് ഇപ്രകാരമാണ്. അതായത് രജനീകാന്ത് ഈ സംഭവത്തിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടിയുള്ള ബോധപൂർവം ഈ മൊഴി മാറ്റി പറയുന്നതാണ് എന്നുള്ളത് തന്നെയാണ് പോലീസ് പറയുന്നത്. ഇന്നലെ വലിയ രീതിയിൽ പോലീസിനോട് കരയുന്ന ഒരു സാഹചര്യമൊക്കെ രജനീകാന്ത് കരഞ്ഞു എന്നുള്ളതൊക്കെയാണ് പോലീസ് പറയുന്നത്. ഇതെല്ലാം തന്നെ ഈ കേസിൽ നിന്ന് രക്ഷപ്പെടുന്നതിന് വേണ്ടി കാണിക്കുന്നതാണ് എന്നുള്ളതാണ് പോലീസ് വിലയിരുത്തുന്നത്. ഇന്ന് വിശദമായ ചോദ്യം ചെയ്യൽ കൂടി നടക്കും. അതിനുശേഷമായിരിക്കും പ്രതിയെ റിമാൻഡ് ചെയ്യുന്ന അടക്കമുള്ള നടപടികളിലേക്ക് കടക്കുക. ഉച്ചയ്ക്ക് ശേഷം പ്രതിയെ റിമാൻഡ് ചെയ്യാനാണ് പോലീസ് തീരുമാനിച്ചിരിക്കുന്നത്. ഉച്ചയ്ക്ക് ശേഷമായിരിക്കും ഇതിന്റെ ഭാഗമായിക്കൊണ്ട് പ്രതിയെ കോടതിയിൽ ഹാജരാക്കുക. ഈ വിനോദിന്റെ വേർപാടിനെ തുടർന്ന് വലിയ സങ്കടത്തിലാണ് ഈ സഹപ്രവർത്തകർ അടക്കമുള്ളവർ ഉള്ളത്. കാരണം വിനോദിനെ സംബന്ധിച്ച് എല്ലാവർക്കും വലിയ താല്പര്യമുള്ള, അല്ലെങ്കിൽ ചിരിച്ചു മാത്രം സംസാരിക്കുന്ന ഒരു ഉദ്യോഗസ്ഥൻ. അങ്ങനെ ഇന്നലെ ഒരു തർക്കത്തിലേക്ക് പോകേണ്ട ഒരു സാഹചര്യം പോലും അവിടെ ഉണ്ടായിരുന്നില്ല എന്നുള്ളതാണ് സഹപ്രവർത്തകർ അടക്കം പറയുന്നത്. അപ്പോൾ പ്രതി മദ്യപിച്ചിരുന്നു. ഈ മദ്യപാനത്തെ തുടർന്നാണ് ഇത്തരം ഒരു തർക്കത്തിലേക്ക് പോയത് എന്നുള്ളതാണ് പറയുന്നത്. എന്തായാലും ഈ കൊലപാതകത്തിന്റെ നടക്കത്തിൽ തന്നെയാണ് ഈ സഹപ്രവർത്തകർ അടക്കമുള്ളത്. എന്തായാലും പോസ്റ്റ്മോർട്ടം നടപടികൾ ഇന്ന് 10 മണിയോട് കൂടിയൊക്കെ ആയിരിക്കും ആരംഭിക്കുക. എന്തായാലും 11 മണിക്ക് മൃതദേഹം വിട്ടു നൽകാനുള്ള നടപടികളിലേക്ക് കടക്കും എന്നുള്ളതാണ് പോലീസും അറിയിച്ചിട്ടുള്ളത്. പ്രവിധ, ശരി. ടിക്കറ്റ് ചോദിച്ചതിന് ഒഡീഷ സ്വദേശി ട്രെയിനിൽ നിന്ന് തള്ളിയിട്ട് കൊലപ്പെടുത്തിയ ടി വി വിനോദിന്റെ പോസ്റ്റ്മോർട്ടം ഇന്ന് നടക്കും. തൃശൂർ മെഡിക്കൽ കോളേജിലാണ് പോസ്റ്റ്മോർട്ടം നടപടികൾ നടക്കുക. ഒപ്പം തന്നെ പ്രതി രജനീകാന്തിനെ റെയിൽവേ പോലീസ് ഇന്നലെ അറസ്റ്റ് ചെയ്തിരുന്നു. ഇത് സംബന്ധിച്ചുള്ള കൂടുതൽ വിശദമായ വിവരങ്ങളാണ് സൂരജ് സജി തൃശൂരിൽ നിന്നും നൽകിയത്.